Hi everyone, this is Binse from Evica. അങ്ങനെ നമ്മുടെ iOS 17.6.1 എന്ന ഒഫീഷ്യൽ അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് ഏകദേശം 346 MB-ലാണ്. എല്ലാ ഡിവൈസിലും ഏകദേശം ഒരു 500 MB-യുടെ താഴത്തായിരിക്കും ഈ ഒരു അപ്ഡേഷൻ വരുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബഗ് ഫിക്സ് ആണ്. സോ അത് സംസാരിക്കുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. ആൻഡ് ഇതോടൊപ്പം തന്നെ ആപ്പിൾ കുറച്ചധികം വേറെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് ലിസ്റ്റിൽ നമുക്ക് പുതിയ ഒരു വാച്ച് ചോയ്സ് മാത്രമാണ് ലഭിക്കാത്തത്. ബാക്കി എല്ലാ മേജർ അപ്ഡേറ്റ്സും ആപ്പിൾ ഒഫീഷ്യലി റിലീസ് ചെയ്യുന്നുണ്ട്. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു ഡിവൈസിൻ്റെ അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡേൺ ഫേർമോയുടെ അപ്ഡേഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ iOS 17.6-ലുണ്ടായ ആ സെയിം കണക്ടിവിറ്റി തന്നെയായിരിക്കും ഈ പറഞ്ഞ iOS 7.6.1-ലും ലഭിക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ വന്ന മേജർ ബഗ് ഫിക്സ് എവിടെയാണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ iCloud-ൽ പോയി കഴിഞ്ഞാൽ അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്നുണ്ടാവും. ഈ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ കുറേ കൂട്ടുകാർക്ക് ഓൺ ചെയ്യാനും അതേപോലെ ഓഫ് ചെയ്യാനും പറ്റാത്ത ഒരു ബഗ് ഉണ്ടായിരുന്നു iOS 7.6-ൽ. ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ ഓൺ ചെയ്ത് നോക്കുമ്പോൾ സ്ക്രീൻ ഓഫായി പോകും. അതേപോലെ ഓൺ ആക്കിയിട്ടുള്ള കൂട്ടുകാർക്ക് ഓഫ് ചെയ്യുമ്പോൾ അത് ഓഫ് ചെയ്യാൻ പറ്റാത്ത ഒരു ബഗ് ഉണ്ടായിരുന്നു. അതൊരു മേജർ ബഗ്ഗായിട്ട് iOS 7.6-ൽ നിലനിന്നായിരുന്നു. ആ ഒരു ബഗ് ഫിക്സിനാണ് ആപ്പിൾ iOS 7.6.1 എന്ന അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തത്. അതോടൊപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ എന്ന പ്ലാനിൽ നമുക്ക് ഡിവൈസ് ബാക്കപ്പ്, മെസ്സേജ് ബാക്കപ്പ്, iCloud, സിറി ഷോർട്ട് കട്ട്, റിമൈൻഡർ, നോട്ട്സ്, ഫോട്ടോസ് എന്നീ പറഞ്ഞ എല്ലാ പ്രൈമറി കാര്യങ്ങളും എൻഡ് ടു എൻഡ് എൻക്രിപ്ഷനോടെ ബാക്കപ്പ് ചെയ്യുന്ന ആ ഒരു ഡാറ്റ പ്രൊട്ടക്ഷനാണ് ഈ പറയുന്നത്. അത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റാത്ത ഒരു ബഗ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രൈവസി മാറ്റർ ചെയ്യുന്ന ഒരു ബഗ് തന്നെയായിരുന്നു. അത് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ സെക്യൂരിറ്റി അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. കാരണം നമുക്കിപ്പോൾ നോക്കുമ്പോൾ മനസ്സിലാവും നോ CVV എന്നാണ് iOS 7.6.1-ൻ്റെ ആ ഒരു ബഗിൻ്റെ റിലീസ് നോട്ടിൽ കാണുന്നത്. കാരണം iOS 7.6-ൽ ആപ്പിൾ ഒരു ടൺ ഓഫ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ സെക്യൂരിറ്റി പാച്ചിനെക്കാട്ടും കൂടുതൽ ആ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷനാണ് ആപ്പിൾ ഫോക്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷന് മുമ്പ് നമ്മുടെ iOS 7.6 അപ്ഡേറ്റ് ചെയ്ത വീഡിയോയിലും അതേപോലെ iOS 7.6-ൻ്റെ ഫോളോ വീഡിയോയിലും നമുക്ക് കിട്ടിയ കുറേയധികം മെസ്സേജിൽ നിന്ന് വരുന്ന ആ ഒരു ഫീഡ്ബാക്ക് ഡിസ്പ്ലേ ഇഷ്യൂ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ പറയുന്ന ഫോണിൽ ഈ ഒരു ഇൻസ്റ്റോളേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ iOS 7.6.1 എന്ന അപ്ഡേഷൻ ഇൻസ്റ്റോൾ ചെയ്യണോ എന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. കാരണം ഫോളോ അപ്പ് വീഡിയോ വന്നാൽ അല്ലെങ്കിൽ ഫോളോ അപ്പ് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. കാരണം ഡിസ്പ്ലേ അടിച്ചു പോകുന്ന പ്രശ്നം എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു അമേരിക്കൻ യൂട്യൂബറിനോ അല്ലെങ്കിൽ വേറെ പുറം രാജ്യത്തുള്ള ഒരു യൂട്യൂബറും ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ പറയുന്നില്ല. കാരണം ഇന്ത്യയിലേക്ക് വരുന്ന ഇഷ്യൂ അല്ലെങ്കിൽ ഇന്ത്യയിലുണ്ടായ അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത കുറച്ച് ബാച്ച് ഓഫ് ഡിവൈസുകൾക്കാണ് ഈ പറഞ്ഞ ഡിസ്പ്ലേ ഇഷ്യൂ ഏറ്റവും കൂടുതലും കാണുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവന്ന കൂട്ടുകാർക്ക് ഡിസ്പ്ലേ ഇഷ്യൂ ഭയങ്കര ലിറ്ററലി കുറവായിട്ടാണ് കാണുന്നത്. ഉണ്ട്, പക്ഷേ ഭയങ്കര കുറവായിട്ടാണ്. കമ്പാരിറ്റീവ്ലി ഏകദേശം 1%, 2% മാത്രം ആൾക്കാർക്കാണ് ഈ ഡിസ്പ്ലേ അടിച്ചു പോകുന്ന ഇഷ്യൂ നമ്മുടെ iOS അപ്ഡേറ്റിന് ശേഷം കാണുന്നത്. കാരണം ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്ത iPhone 13 സീരീസ് മുതലാണ് ഈ ഒരു ഡിവൈസിന് പ്രശ്നങ്ങൾ വരുന്നത്. കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസ്പ്ലേ ഏതോ തേർഡ് പാർട്ടിയാണ് ആ ഒരു ഡിസ്പ്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്. ആ ഡിസ്പ്ലേക്ക് വരുന്ന സർക്യൂട്ട് ഇഷ്യൂ ആണ് ഈ പറഞ്ഞ OS-ഉം ആ പറയുന്ന ഡിവൈസിൻ്റെ ഹാർഡ്വെയർ ആയിട്ടുള്ള ഡിസ്പ്ലേക്കും കംപ്ലൈൻറ്റ് വരുത്തുന്നത്. സോ ആ ഒരു ഇഷ്യൂ കാരണമാണ് ഡിസ്പ്ലേക്ക് ഇത്രമാത്രം പ്രശ്നങ്ങൾ നമ്മുടെ ഇന്ത്യൻ യൂസേഴ്സിന് വരുന്നത്. സോ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ ചാടിപ്പിടിച്ച് ഈ ഒരു അപ്ഡേഷൻ ചെയ്യണമെന്ന് ഒരിക്കലും ഞാൻ കമ്പൽ ചെയ്യില്ല. പക്ഷേ അപ്ഡേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ iOS 7.6-ലൊക്കെ പറഞ്ഞായിരുന്നു സെക്യൂരിറ്റി പാച്ചസ് ആണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ഡിവൈസുകൾക്ക് വേണ്ടത്. പക്ഷേ iOS 7.6-ൽ
ഒരു സെക്യൂരിറ്റി പാച്ചുകളും നമുക്ക് ആപ്പിൽ റിലീസ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ iOS 17.6 നിൽക്കുന്നതെങ്കിൽ ഈ ഒരു അപ്ഡേഷൻ അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഈ പറഞ്ഞ അപ്ഡേഷൻ സ്കിപ്പ് ചെയ്താലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇനി വേറെ എന്തെങ്കിലും മാറ്റങ്ങളോ ബാക്കി കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഫോളോ അപ്പ് വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 17.6.1 പുതിയ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്ക് കൂടെ എനേബിൾ ചെയ്യുന്നതാണ്. ആൻഡ് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ദിസ് ഈസ് Bin Xavier signing from Avica.